നമസ്കാരം. ലോകത്തിലാദ്യമായി ഒരു റെയ്ഡിനെതിരെ ദേശവ്യാപക അക്രമങ്ങളും പ്രതിഷേധവും നടത്തിയത് ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചേക്കും. ഇന്നലെ ദേശവ്യാപകമായി പ്രതിഷേധങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് പലതും തച്ചുടച്ച ഒരു ഇ.ഡി. റെയ്ഡിനെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ടത് ലോകം നോക്കിക്കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ കയറുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് നമ്മൾ പറയുന്നവരും CPM-ന്റെ ഉന്നത സ്ഥാനീയരായ പലരും ഇന്നലെ സംസാരിച്ചതും പ്രവർത്തിച്ചതും വിവരക്കേടിൻ്റെ അങ്ങേയറ്റമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിൽ ഇതിനു മുമ്പും ഒരുപാട് റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. പല പ്രമുഖരുടെയും വീടുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ആക്രമണം ഇതാദ്യമായിട്ടാണ് നടക്കുന്നത്. റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു? ആ റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആരാധകരും പാർട്ടി പ്രവർത്തകരും ജന്മന അക്രമവാസന പൂണ്ടവരും ഒന്നും അറിയാതെ അണികൾ ആയവരും അറിയാതെ പോയതാണോ അതോ മനഃപൂർവ്വം സംഘർഷം തീർത്തതാണോ? ഒരു സംശയം കൊണ്ട് ചോദിക്കുക. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി, അതായത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ED, ശക്തമായ നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ വൻ റെയ്ഡുകൾക്ക് പിന്നാലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED ഇന്നലെ തന്നെ മരവിപ്പിച്ചു. കേരളത്തിലും ബാംഗ്ലൂരിലുമുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 242 അക്കൗണ്ടുകളിലായി 18,36,00,000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു. ED പരിശോധനയിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും വീണയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. റെയ്ഡിനിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകൾ അത് വിശദമായി പരിശോധിച്ച ശേഷമാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. കണ്ണൂരിലെ പിണറായിയുടെ വീട്, കോഴിക്കോട്ടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളുടെ വീട്, CMRL ഓഫീസുകൾ, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരിലെ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ED സംഘം പരിശോധന നടത്തിയത്. അല്ലാതെ ഈ റെയ്ഡ് പിണറായി വിജയനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനകത്ത് കക്ഷിയേ അല്ല. അണികൾ പറയും പോലെ പിണറായി വിജയന് മൂത്രതടസ്സം ഒന്നും നേരിട്ടിട്ടില്ല. നാശനഷ്ടങ്ങൾ നികത്തേണ്ടത് ആരാണോ സോഷ്യൽ മീഡിയ വഴിയും ഫേസ്ബുക്കിലൂടെയും കലാപം ആഹ്വാനം ചെയ്യുക വഴി ഈ ആക്രമണം അഴിച്ചുവിട്ടവരിൽ നിന്ന് മാത്രമാണ്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ വല്ലവനും വേണ്ടി കൊല്ലാനും കൊള്ളയടിക്കാനും നിൽക്കുന്നവരിൽ നിന്ന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായോ അതെല്ലാം ഈടാക്കണം, നികത്തണം ആ നഷ്ടങ്ങളെല്ലാം. അതേസമയം തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 2 CPM പ്രവർത്തകർ കൂടി ഇന്ന് രാവിലെ അറസ്റ്റിലായി. നരുവാമൂട് സ്വദേശി കിരണും വട്ടിയൂർക്കാവ് സ്വദേശി അനിലുമാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 7 ആയി. മറ്റൊരാൾ കൂടി പിടിയിലായെന്ന ഒരു വിവരമുണ്ട്, പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയോടെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റെയ്ഡും അക്രമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റെയ്ഡിനിടെ ഉണ്ടായ സംഘർഷം ആസൂത്രിതമാണെന്നാണ് ED ആരോപിക്കുന്നത്. അക്രമങ്ങൾ പെട്ടെന്നുണ്ടായതല്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. സംഭവത്തിൽ ED ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്. റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനം തിരുവനന്തപുരത്ത് വസതിക്ക് മുന്നിൽ വെച്ച് തന്നെ CPM പ്രവർത്തകർ ആക്രമിച്ചു. അത് നമ്മൾ ലൈവായി കണ്ടതാണ്. ഒരു ED ഉദ്യോഗസ്ഥനും ഡ്രൈവർക്കും പരിക്കേറ്റു. കാറ് തല്ലി തകർത്തു. ആ കാറ് തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വണ്ടിയുള്ളവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവൂ. ED ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയതുകൊണ്ടാണ് വധശ്രമത്തിന് കേസെടുത്തത്. അതിനുശേഷമാണ് പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ച 4 പേർ ഉൾപ്പെടെ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാർട്ടി ഓഫീസിൽ കയറുന്നതിൽ നിന്ന് പോലീസിന്റെ നേതാക്കളും പ്രവർത്തകരും പോലീസിനെ തടഞ്ഞിരുന്നു. പിന്മാറില്ലെന്ന് പോലീസ് ഉറച്ച നിലപാടെടുത്തതോടെയാണ് പ്രതികളെ നേതാക്കൾ ഇറക്കിക്കൊണ്ടുവന്ന് പോലീസിന് വിട്ടുകൊടുത്തത്. അത് ഇന്നലെ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്നലെ ഡൽഹിയിൽ നടന്ന ആക്രമണങ്ങളും
മാർച്ചൊക്കെ നമ്മൾ കണ്ടതല്ലേ. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇന്നലെ പ്രതിഷേധങ്ങളും അക്രമങ്ങളുമായിരുന്നു. പലയിടത്തും പോലീസ് നിരയൊക്കെ കല്ലെറിഞ്ഞു, പലയിടത്തും അക്രമങ്ങളുണ്ടായി. അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്.